ആളുകളെ കൊണ്ട് നമ്മളുടെ ഭാഗത്തേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ അപ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതിനെ പറ്റിയിട്ട് എങ്ങനെയാ ലിജിൻ ഒന്ന് എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ? ഞാൻ അതിട്ട് പോണേക്കാൾ വെച്ചാണ് ഞാൻ ഇതിൽ തന്നെ വരുന്ന ഒരു പാർട്ടാണ് വേ ഓഫ് തിങ്കിങ്ങിലേക്ക് തന്നെ നമുക്ക് അപ്രീഷിയേറ്റ്. ഇപ്പം നമ്മൾ ആർഗ്യുമെന്റ് ഒഴിവാക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് എങ്ങനെ അവരെ പേഴ്സണൽ വാല്യൂ ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് നമ്മൾ ആ 3 ആർഗ്യുമെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെ വാല്യൂയും കൂടെ ചെയ്താലാണ്. ആർഗ്യുമെന്റ് ഒഴിവാക്കുക മാത്രം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങും എത്തുന്നില്ല. നമ്മൾ ആർഗ്യുമെന്റ് ഒഴിവാക്കിയുള്ളൂ. സോ യു ആർ ഇന്നെ ലൈക്ക് നിങ്ങൾ സേഫ് സ്പേസിൽ ആളെ എത്തിച്ചു, ഒരു ആർഗ്യുമെന്റ് ഒഴിവാക്കി നമ്മൾ എത്തിച്ചു. പക്ഷെ നമ്മൾ എങ്ങനെ ആളെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും? ഇറ്റ്സ് ബൈ വാല്യൂയിങ് ദാറ്റ് പേഴ്സൺ. നമ്മൾ ഞാൻ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. നമ്മൾ മുമ്പിലിരിക്കുന്ന ആള് ദാറ്റ്സ് ദ മോസ്റ്റ് വാല്യുബിൾ പേഴ്സൺ. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആള് ആണ്. ഇപ്പം സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഡു ഇസ് ടു ഡോണ്ട് സേ ദേ ആർ റോങ്. മുഖത്തോക്കി പറയുന്നത് നമുക്ക് ഭയങ്കര എനിക്കൊക്കെ ഉള്ള പ്രശ്നമാണ്. ഞാൻ മറ്റേ വെട്ടൊന്ന് മുറി കണ്ടതിന്റെ ആളാണ് ഞാൻ. അപ്പൊ ഞാനൊക്കെ മുഖത്ത് പറയും ഇത് തെറ്റാ, അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. മേ ബി 2 കാര്യം കൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്നുള്ളതായിരിക്കും. അത് ഒരിക്കലും ഉറപ്പായിട്ടൊരു കാര്യമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എങ്ങനെയായിരിക്കും പറയേണ്ടത്? ഓക്കെ, എനിക്ക് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് ലെറ്റ്സ് ഡിസ്കസ്. മേ ബി ദർ ഇസ് അനദർ പോയിന്റ് ഓഫ് വ്യൂ. ലെറ്റ്സ് ഡിസ്കസ് ഇൻ ഡിഫറെന്റ് ടേംസ്. നമുക്ക് വേറെ രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ എന്ന് അവരോട് റോങ് ആ നേരെ മുഖത്ത് നോക്കി പറയാതിരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ സ്റ്റാർട്ടിങ് ഇൻ ദ റോങ് സ്റ്റെപ്പ്. നമ്മൾ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ഓൾറെഡി കയറുകയാണ്.